എക്സർസൈസ് 3.2 നാലാമത്തെ ക്വസ്റ്റ്യൻ 0.2x പ്ലസ് 0.3y ഇസ് ഈക്വൽ ടു 1.3 0.4x പ്ലസ് 0.5y ഇസ് ഈക്വൽ ടു 23 രണ്ട് ഇക്വേഷൻ 2.3 23 അല്ല 2.3 രണ്ട് ഇക്വേഷനുണ്ട്. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം. ഇനി പോയിൻ്റ് കളയാൻ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണുള്ളത്. അപ്പം ഒരു സ്ഥാനമേ ഉള്ളെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഡെസിമൽ കളയാൻ. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 13 എന്നും 4x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 23 എന്നും കിട്ടും. ഇനിയും മൂന്നാമത്തെ ഇക്വേഷന് നാലാമത്തെ ഇക്വേഷനെന്ന് അതിന് പേര് കൊടുത്തു. എന്നിട്ട് മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് y കണ്ടുപിടിക്കാം. 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 13. 3y ഇസ് ഈക്വൽ ടു 13 മൈനസ് 2x. അതായത് ലെഫ്റ്റിൽ കിടക്കുന്ന 2x റൈറ്റിൽ പോകുമ്പം നെഗറ്റീവായി പോസിറ്റീവ് 2x. എന്നിട്ട് y ഇസ് ഈക്വൽ ടു 13 മൈനസ് 2x ബൈ 3. ഇനി വൈയുടെ വാല്യൂ എടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 4ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4x പ്ലസ് 5y y എന്ന് പറഞ്ഞാൽ 13 മൈനസ് 2x ബൈ 3 ഇസ് ഈക്വൽ ടു 23. ഇനിയും ഡിനോമിനേറ്റർ ഉണ്ട് 3. ആ ഡിനോമിനേറ്റർ കളയണമെങ്കിൽ ഈ 4xനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ആ ഡിനോമിനേറ്റർ എടുത്ത് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊടുക്കാം 23യുടെ കൂടെ. അന്നേരം ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. ആ 4 × 3 12x പ്ലസ് 5ഉം 13ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 65. എന്നിട്ട് 5ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവും പോസിറ്റീവുമാണ് നെഗറ്റീവാണ് വരുന്നത്. നെഗറ്റീവും പോസിറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് 10x ഇസ് ഈക്വൽ ടു 23 × 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 69 കിട്ടും. ഇനിയും എക്സിനെ എല്ലാം കൂടെ അടുപ്പിച്ചെഴുതാം. 12x മൈനസ് 10x ഇസ് ഈക്വൽ ടു 69. ഈ ലെഫ്റ്റിൽ കിടക്കുന്ന പോസിറ്റീവ് 65നെ റൈറ്റിലോട്ട് പോകുമ്പോൾ മൈനസ് 65 ആവും. 12xൽ നിന്ന് 10x 12ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 2. 2x ഇസ് ഈക്വൽ ടു 69. 69ൽ നിന്ന് 65നെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 4/2. 2x ഇസ് ഈക്വൽ ടു 4 ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു 2. 2 2s are 4. ഇനി അതെടുത്തിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. y ഇസ് ഈക്വൽ ടു 13 മൈനസ് 2x ബൈ 3. 13 മൈനസ് 2 × 2 ബൈ 3. 13 മൈനസ് 4 ബൈ 3. 13ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്താൽ 9/3. 3യുടെ ടേബിളിൽ 9 ഉണ്ട്. 3 3s are 9. അങ്ങനെ വൈയും കിട്ടി. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് x ഇസ് ഈക്വൽ ടു 2, y ഇസ് ഈക്വൽ ടു 3. ഓക്കെ.